എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ചരിത്രത്തിൽ ചില ഇന്നിംഗ്സുകൾ മത്സരങ്ങൾ ജയിപ്പിക്കാറുണ്ട്, മറ്റു ചിലത് ചരിത്രത്തെ തന്നെ മാറ്റി എഴുതാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഡൽഹിയിലെ മൈതാനത്ത് ഇഷാൻ കിഷൻ എന്ന മനുഷ്യൻ കാട്ടിക്കൂട്ടിയത് ഇതിനെല്ലാം അപ്പുറമുള്ള ഒന്നായിരുന്നു. വെറും 24 പന്തുകൾ, അവിശ്വസനീയമായ 61 റൺസ്, ആകാശമുട്ടെ പറന്ന 5 കൂറ്റൻ സിക്സറുകൾ. ഇല്ല, ഇന്ന് രാത്രി ഇഷാൻ കിഷൻ നമീബിയൻ ബൗളർമാരെ വെറുതെ തല്ലുകയായിരുന്നില്ല, മറിച്ച് റെക്കോർഡ് ബുക്കിലെ താളുകൾ ഓരോന്നായി കീറിയെറിഞ്ഞ് കാറ്റിൽ പറത്തുകയായിരുന്നു. 6.3 ഓവറിൽ ടീം സ്കോർ 100 കടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് അതൊരു ഭ്രാന്തമായ ആവേശ തിരയിളക്കം സൃഷ്ടിച്ച പോരാട്ടമായിരുന്നു. ഡൽഹിയിൽ നടന്ന T20 ലോകകപ്പ് മത്സരത്തിൽ സാധാരണയായി ടീമുകൾ ആദ്യം ഒന്ന് നിലയുറപ്പിച്ച് 15-ാം ഓവറിന് ശേഷം ഗിയർ മാറ്റാനാണ് ശ്രമിക്കാറുള്ളതെങ്കിൽ ടീം ഇന്ത്യയുടെ ഈ യുവതാരം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് തന്നെ ബാറ്റിംഗിന് സെറ്റായിട്ടാണ് ക്രീസിലെത്തിയത്. വന്ന പാടെ ഇഷാൻ അഴിച്ചുവിട്ട ആക്രമണം കണ്ട് നമീബിയൻ ക്യാപ്റ്റൻ ജെറാഡ് ഇറാസ്മസിന്റെ വരെ കിളി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊരു വെറും വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നില്ല, മറിച്ച് സകല കണക്കുകളെയും തകിടം മറിച്ച പ്രകടനമായിരുന്നു. ഇന്ന് ഇന്റർനെറ്റിനെ പിടിച്ചുലച്ച ആ റെക്കോർഡൊന്ന് നോക്കൂ. T20 ഇന്റർനാഷണലിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും വേഗമേറിയ അർദ്ധശതകം. പലപ്പോഴും ബാറ്റ്സ്മാൻമാർ ക്രീസിലൊന്ന് കണ്ണ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് വെറും 20 പന്തിൽ ഇഷാൻ അർദ്ധശതകം തികച്ച് ബാറ്റ് വായുവിലുയർത്തിയിരുന്നു. ഇതിലൂടെ അദ്ദേഹം പിന്നിലാക്കിയത് രോഹിത് ശർമ്മയെയും KL രാഹുലിനെയും പോലുള്ള വമ്പൻ ഇതിഹാസങ്ങളെയാണെന്നത് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ബൗളർ ആരാണെന്നോ ഫീൽഡർ എവിടെയാണെന്നോ ഇഷാൻ നോക്കിയില്ല. കിട്ടിയ പന്തുകളെല്ലാം അതിർത്തി രേഖയ്ക്ക് അപ്പുറത്തേക്ക് പറക്കുകയായിരുന്നു. സാധാരണ പവർ പ്ലേയിൽ 50 to 60 റൺസ് കിട്ടിയാൽ ടീമുകൾ ഹാപ്പിയാണ്. എന്നാൽ ഇന്ന് ഇന്ത്യ പവർ പ്ലേയിൽ അടിച്ചുകൂട്ടിയത് 86 റൺസാണ്. T20 ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പവർ പ്ലേ സ്കോർ. ഇതിൽ സിംഹഭാഗവും ഇഷാന്റെ സംഭാവനയായിരുന്നു. കവർ പോയിന്റിലൂടെയും മിഡ് വിക്കറ്റിലൂടെയും പന്ത് പാഞ്ഞപ്പോൾ യോർക്കർ എറിയണോ അതോ ബൗൺസർ എറിയണോ എന്നറിയാതെ നമീബിയൻ ബൗളർമാർ വിയർത്തു. പവർ പ്ലേയിൽ തന്നെ തന്റെ 5 ബൗളർമാരെയും ക്യാപ്റ്റൻ ഇറാസ്മസ് പരീക്ഷിച്ചു നോക്കി. പക്ഷേ ഈ ഇഷാൻ എന്ന കൊടുങ്കാറ്റിനെ തടയാൻ ആർക്കുമായില്ല. 2026-ലെ ഏറ്റവും വിനാശകാരിയായ ഇന്നിംഗ്സായി ഇത് മാറിയിരിക്കുന്നു. യുവരാജ് സിംഗിനെ അനുസ്മരിപ്പിക്കും വിധം പന്തിനെ വളരെ സോഫ്റ്റായി തഴുകുന്നു. എന്നാൽ അത് ചെന്ന് വീഴുന്നത് ഗാലറിയുടെ മുകളിലാണ്. 24 പന്തിൽ 61 റൺസ് എന്ന് വെച്ചാൽ ഓരോ പന്തിലും ശരാശരി 3.4 റൺസ്. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 250-ന് മുകളിൽ. ഒരു ഓപ്പണർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത നമ്പറുകളാണിത്. തിലക് വർമ്മയുമായുള്ള കൂട്ടുകെട്ടിൽ 90% റൺസും ഇഷാന്റെ വകയായിരുന്നു. വിക്കറ്റുകൾക്കിടയിൽ ഓടി റൺസ് എടുക്കേണ്ട ആവശ്യം പോലും വന്നില്ല, കാരണം മിക്കവാറും റൺസും ബൗണ്ടറികളിലൂടെ മാത്രമാണ് വന്നത്. ഇഷാന്റെ ഈ പ്രകടനം വെറും ഒരു അത്ഭുതമായിരുന്നില്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു. ന്യൂസിലൻഡ് പരമ്പരയിൽ സെഞ്ചുറി അടിച്ചിട്ടും പിന്നീട് ടീമിൽ നിന്ന് തഴയപ്പെട്ടപ്പോൾ ശ്രേയസ് അയ്യർ തിരിച്ചെത്തിയപ്പോൾ പുറത്തിരിക്കേണ്ടി വന്ന ആ വേദന, അതിനൊരു മറുപടിയായിരുന്നു ഇത്. ബുച്ചി ബാബു ട്രോഫിയിലും രഞ്ജിയിലും മുഷ്താഖ് അലി ട്രോഫിയിലും വിയർപ്പൊഴുക്കി കാത്തിരുന്ന ഇഷാൻ തന്നെ വിമർശിച്ചവർക്കും എഴുതി തള്ളിയവർക്കും നൽകിയ കനത്ത പ്രഹരമായിരുന്നു ഈ ഇന്നിംഗ്സ്. ഓരോ ഷോട്ടും വിമർശകർക്കുള്ള മറുപടിയായിരുന്നു. ഇഷാന്റെ ഈ മാസ്മരിക പ്രകടനം കണ്ട് സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി പറഞ്ഞത് 20 പന്തിൽ 50 അടിക്കാൻ വെറും സ്കിൽ മാത്രം പോരാ, അതിന് നല്ല ജിഗർ വേണം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉജ്ജ്വല ഭാവി ഞാൻ അവനിൽ കാണുന്നു എന്നായിരുന്നു. ധോണിയുടെ വാക്ക് കല്ലിൽ കൊത്തിയ പോലെയാണെന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ ഇതിഹാസം ഷാഹിദ് അഫ്രീദി പോലും അത്ഭുതപ്പെട്ടുപോയി. ഈ പയ്യൻ എന്നെക്കാളും അപകടകാരിയാണ്. ഞാൻ 37 പന്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇവൻ 20 പന്തിൽ 50 അടിച്ചത് അവിശ്വസനീയമാണ് എന്നാണ് അഫ്രീദി കുറിച്ചത്. ഹിറ്റ്മാൻ രോഹിത് ശർമ്മയാകട്ടെ ഇഷാൻ ബാറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കെന്റെ പഴയ കാലം ഓർമ്മ വരുന്നു. സത്യം പറഞ്ഞാൽ അവൻ എന്നേക്കാളും നിർഭയനാണ് എന്ന് പറഞ്ഞ് ഇഷാനെ ചേർത്തുപിടിച്ചു. സുഹൃത്തുക്കളെ, ഇഷാൻ കിഷന്റെ ഈ ഇന്നിംഗ്സും തകർന്ന 7 റെക്കോർഡുകളും ഇതിഹാസങ്ങളുടെ വാക്കുകളും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്ക്: ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ യുഗം പിറന്നിരിക്കുന്നു. ഇനി 160 to 170 റൺസിൽ സംതൃപ്തിപ്പെടുന്ന ടീമല്ല നമ്മൾ, മറിച്ച് 250 റൺസ് ലക്ഷ്യമിടുന്ന 10 ഓവറിൽ 150 അടിച്ചുകൂട്ടുന്ന പുതിയ ഇന്ത്യയാണിത്. ഇഷാൻ കിഷൻ ഡൽഹിയിൽ കൊളുത്തിയ ഈ തീ വരും മത്സരങ്ങളിലും ലോകം മുഴുവൻ പടരുമെന്ന് ഉറപ്പാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ പുതിയ മുഖം കണ്ട് ലോകം അമ്പരക്കട്ടെ. വരും മത്സരങ്ങളിൽ ഇഷാൻ T20 ലോകകപ്പിലെ ഏറ്റവും വലിയ റൺ വേട്ടക്കാരനാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.